സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. അതായത് കേന്ദ്രത്തിലെ മുരളീധരനെ ആരും ഗൗനിക്കുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ മുരളീധരൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും കേന്ദ്രം പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇതല്ല എന്നുള്ള രീതിയിൽ, അതായത് ഇദ്ദേഹം എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്, എന്നാൽ കേന്ദ്രം ഇദ്ദേഹത്തെ അവിടുത്തെ സുപ്രധാനമായ കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല, അതിനെപ്പറ്റി ചർച്ച നടത്തുന്നില്ല. അദ്ദേഹത്തെ വളരെയധികം അവോയ്ഡ് ചെയ്ത മട്ടിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മുരളീധരൻ അതിന് വ്യക്തമായ ഒരു മറുപടിയും പറയണം. ഇപ്പോൾ കേന്ദ്രത്തിൽ ഈ പറയുന്ന നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടക്കുന്നതായിട്ട് പല രീതിയിലും നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPക്കകത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം RSSൻ്റെ ഒരു വിഭാഗം ഒരു രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദിജിയും അതുപോലെ തന്നെ ഈ അമിത്ഷായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രീതിയിൽ ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ RSS പറയുന്ന കാര്യം BJP ഉൾക്കൊള്ളുന്നില്ല, BJP പറയുന്ന കാര്യം BJPയിലെ മന്ത്രിമാർ കേൾക്കുന്നില്ല. ആകെ ഒരു വല്ലാത്ത കുഴഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ BJPക്ക് അകത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുസം എന്നൊക്കെ പറയുന്നത് നമ്മൾ വെളിയിൽ സംസാരിക്കുമ്പോൾ നല്ല രസമാണ് അതിനെപ്പറ്റി പറയാൻ. പക്ഷെ അത് ജീവിതത്തിലൂടെ അത് ആക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പം മുരളീധരൻ്റെ ഗ്രൂപ്പും നരേന്ദ്രമോദിയുടെ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു അകൽച്ചയാണ് ഇതിന് കാരണമെന്നാണ് കേൾക്കുന്നത്. എന്തായിരുന്നാലും ശരി, നമ്മുടെ നാട്ടിന് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇതുവഴി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നല്ല ഒരുപാട് സംശയകരുണ്ട്, പക്ഷേ അവരൊന്നും രംഗത്ത് വരാതിരിക്കുന്നത് തന്നെ ഒരുപാട് രക്തസാക്ഷികൾ, അതുപോലെ തന്നെ ഒരുപാട് ജീവനും ആരോഗ്യവും ചോരയൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തവർ ഒരുപാടുണ്ട്. അവർക്കൊന്നും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, തിരുവനന്തപുരത്ത് ആണുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഇവിടുത്തെ RSSകാരെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്തും RSSന് ജനറലി ഒരു പേരുണ്ട്, നല്ലതും ചീത്തയായിട്ടൊരു പേരുണ്ട്. അത് ചീത്തപ്പേരുണ്ടാക്കിയതും അതിനകത്തുള്ളവർ തന്നെയാണ്, നല്ല പേരുണ്ടാക്കിയതും അതിനകത്തുള്ളവർ തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പ്രശ്നക്കാരാണ്, കൊലപാതകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് നല്ല സഖാക്കൾ അതിനകത്ത് ഒരുപാട് പേരുണ്ടാക്കിയവരുമുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് രണ്ടിലും ഇല്ലെന്ന് പറയുകയാണെങ്കിലും അവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടിയിൽ കൂടെ വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. അഴിമതിക്ക് അഴിമതി, കൊലയ്ക്ക് കൊല, നല്ല കാര്യങ്ങൾക്ക് നല്ല കാര്യം, ഇതെല്ലാം രാഷ്ട്രീയത്തിൽ വരുന്നതാണ്. ഇങ്ങനെയൊന്നും അല്ല രാഷ്ട്രീയം കൊണ്ട് പോകേണ്ടത്. പക്ഷെ എന്തോ നമ്മുടെയൊക്കെ ഒരു കഷ്ടകാലം എന്ന് പറയാം, ഇങ്ങനത്തെ രാഷ്ട്രീയങ്ങളാണ് നമ്മൾ കണ്ടുകൊള്ളുന്നത്. ഇവിടെ പല കാര്യങ്ങളിൽ ഞാൻ സംസാരിക്കുമ്പോഴും എനിക്കും തോന്നാറുണ്ട്, ചില സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഞാനൊരു തരം തോറ്റുപോയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീട് ആലോചിച്ചപ്പോൾ അവിടെ തോറ്റിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലാന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഈ തോൽവി സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ സ്വയമേ എന്നെ പറ്റി തന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ആരോടും മത്സരമില്ലല്ലോ. എനിക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു പകരക്കാരനും എനിക്കിവിടെ ഇല്ല. എന്തെന്ന് പറഞ്ഞാൽ മത്സരിക്കണം? ഞാൻ പഠിച്ച എൻ്റെ വിദ്യയിൽ എനിക്കൊരു പകരക്കാരനില്ല മത്സരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പകരക്കാരനില്ല. അപ്പോൾ എനിക്ക് മത്സരമില്ല. പിന്നെ എവിടെയാണ് ഞാൻ ഈ തോൽക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ പിന്നെയാണ് മനസ്സിലായത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വക്കേറ്റായിട്ടുള്ള ഒരു സ്പോക്സ് പേഴ്സണായിട്ട് ഞാൻ നിൽക്കുമ്പോൾ തോൽക്കുന്നത് അവരാണ്. അവരെയാണ് ഈ പറയുന്ന അധികാരികളും മറ്റുള്ള കാര്യങ്ങളും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതിന് ഞാനൊരു നിമിത്തമാവുമ്പോൾ തോൽവി എനിക്ക് സംഭവിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരെ കൊണ്ടൊക്കെ നമ്മൾ തോക്കുകയാണെന്ന് ഓർക്കണം. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ,
നമ്മൾ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ഈ വോട്ട് കൊടുക്കുന്നവരെല്ലാം ഓട്ടക്കാലണകളല്ലേ? വോട്ട് കൊടുക്കുന്ന നമ്മളെല്ലാവരും, ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങനെ പറയുന്നു, നമ്മളെല്ലാം ഓട്ടക്കാലണകളാണ്. വളരെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മുസ്ലിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കേരളത്തിൽ പല പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവർക്ക് വേണ്ടി വന്ന് നിന്ന് സംസാരിച്ചോ? ചിന്തിച്ചു നോക്കും. ഇത്ര പേര് വന്നതാണ്. കുറേ അണികളും കുറേ വിശ്വാസികളും നിന്ന് സംസാരിക്കുന്നതല്ലാതെ ഈ പ്രഗത്ഭരായ ഏതെങ്കിലും നേതാക്കൾ മുന്നോട്ട് വന്നു? പാലത്തായി കുഞ്ഞിൻ്റെ വിഷയത്തിൽ എത്ര പേര് ഇറങ്ങി വന്ന് സംസാരിച്ചു? ബി ജെ പിക്കാരെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. കേന്ദ്രത്തിൽ ചില കേസുകൾ ഇരിക്കുന്നവരിവിടെ ഭരണത്തിലിരിക്കുന്നവരുണ്ട്, അല്ലാതെ തന്നെ മറ്റു പാർട്ടിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ കേന്ദ്രത്തിൻ്റെ രീതിയിൽ പല ബിസിനസ് നടത്തുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് പല ബുദ്ധിമുട്ടുകൾ ബി ജെ പി വഴി ഉണ്ടാവും എന്നുള്ളൊരു ഭയമുണ്ട്. അതുപോലെ തന്നെ CPM-ൽ തന്നെ എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാരെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ നേതാക്കന്മാരെ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. കണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ എൻ്റെ അറിവില്ലായ്മയാണെന്ന് ഓർത്ത് ഞാനങ്ങ് വിഷമിക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെന്താ കാണുന്നത്? നമ്മൾ ഈ മറന്നു പോകുന്ന ഒരു മറവി രോഗികളാണ് നമ്മളെല്ലാവരും. നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെ നമ്മൾ മറക്കുകയാണ്. മനുഷ്യന് മറക്കാനുള്ള ഒരു കഴിവ് തന്നിരിക്കുന്നു എന്ന് കരുതി അത് നമ്മുടെ പരാജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവായി, അല്ലെങ്കിൽ അതൊരു അലങ്കാരമായി നമ്മൾ കൊണ്ടു നടക്കരുത്. നമ്മളെ ചതിക്കുന്നവരെ നമ്മൾ വിടരുത്. നമ്മൾ വേദനിച്ച് ആരോരുമില്ലാതെ അഭയം തേടി നമ്മൾ കാലിൽ പിടിക്കുമ്പോൾ നമ്മളെ തട്ടി നീക്കുന്ന കാലുകളുണ്ട്, രാഷ്ട്രീയ കാലുകൾ. ആ കാലുകളെ ചവിട്ടി വീഴ്ത്താനുള്ള ഒരു ആരോഗ്യം നമ്മളുടെ മനസ്സിലുണ്ടാവും. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാനിവിടെ ഇപ്പോൾ കണ്ടിരിക്കുമ്പോൾ SNDP-യിലെ അല്ലെങ്കിൽ നമ്മുടെ ശിവഗിരിയിലെ വിഷയമെടുക്കും. അതിൻ്റെ ഗൗരവം നിങ്ങളാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശിവഗിരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വത്തിക്കാനാണ് ഈ ഈഴവ സമുദായത്തിൻ്റെ. ഈ ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും ശക്തമായ ഒരു ജനഭൂരിപക്ഷമുള്ള സ്ഥലം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഈ പറയുന്ന ഈഴവരുടെ വോട്ട് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നായന്മാരുടെയോ മറ്റുള്ള ആൾക്കാരുടെയോ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ വോട്ട് കൊണ്ടൊന്നും അല്ല ഈ ഈഴവ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിടിച്ചു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈഴവരുടെ വോട്ടാണെന്ന് ഓർക്കണം. അതിനകത്ത് മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിലും ഈഴവരുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അണികൾ, ബഹളം ഉണ്ടാക്കുന്നവർ, ഇതിലൊക്കെ ഈ പറയുന്ന എല്ലാ പാർട്ടിക്കാരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും ഈഴവ കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ. അവരെ ഉപയോഗിച്ചുകൊണ്ട് അന്യമതവിശ്വാസികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അപകടകരമായ നീക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെയിൻ വാഷിങ്ങും മറ്റുള്ള ആക്ടിവിറ്റീസും അവരെ ഉപയോഗിച്ച് പല തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിങ്ങാണ് ശിവഗിരി. ഇന്ന് ശിവഗിരി അങ്ങനെ ആക്കിയെടുത്തിരിക്കുക. അപ്പോൾ അവിടെയുള്ള യഥാർത്ഥ നല്ല സന്യാസികൾക്കൊന്നും കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. അവരെ അപായപ്പെടുത്തുക, ആക്രമിക്കുക, കൊല്ലുക, പുറത്താക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പം അതിനെതിരെ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ അതിൻ്റെ എന്തും നിങ്ങൾക്കറിയാം. എൻ്റെ പ്രവചനങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എല്ലാവരും സംഭവിക്കുമ്പോൾ അറിയും, ഞാൻ സംഭവിക്കുന്നതിന് മുമ്പേ പറയും. എൻ്റെ ഏതെങ്കിലും ഒരു പ്രവചനം തെറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. ഒരു വാഹ പോലും ഇന്നുവരെ പറഞ്ഞത് തെറ്റിയിട്ടില്ല. കാരണം ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഈശ്വരൻ കാണിക്കുന്നതാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കാനും ഞാൻ വരുന്നില്ല. നിങ്ങൾ ഓർക്കണം, ഈ ശിവഗിരി കേന്ദ്രീകരിച്ച് ഈ ഒരു സമൂഹത്തിൽ തന്നെ എന്തുമാത്രം അപകടം ഉണ്ടാക്കുന്നതാണ്. അതിന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മുന്നോട്ടിറങ്ങി വന്ന് അതിനൊരു ഇത് സംസാരിക്കാൻ വന്നോ? അല്ല. ഇലക്ഷൻ ആകുമ്പോൾ വരും, വോട്ട് തന്നോളണം. ജനങ്ങളുടെ ബാധ്യതയാണല്ലോ അവർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ വോട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ സഹായിച്ചവർക്ക് നമ്മൾ വോട്ട് കൊടുക്കാം, സഹായിക്കാത്തവരെ നമ്മൾ വോട്ട് കൊടുക്കണം. ഈ ഇലക്ഷൻ ഒരു പാഠമായിരിക്കും, ഉറപ്പാണ്. അതിവിടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ഇലക്ഷൻ പല നേതാക്കന്മാർക്കും ഒരു പാഠമായിരിക്കും. കൊണ്ട് നിർത്തും. അതിന് എന്ത് ചെലവ് വന്നാലും ശരി, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, ജയിക്കുമോ തോക്കുമോ എന്നുള്ളതൊന്നുമല്ല. ഇവിടുത്തെ എല്ലാ ഈ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇവിടെ ഇറങ്ങി വരണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സൽക്കർമ്മം ചെയ്യുന്ന സഹോദരങ്ങൾ പുറത്തിറങ്ങി വരണം. നിൽക്കണം, വെറുതെ നിൽക്കൂ.
എല്ലാ മേഖലയിലുമുള്ള നല്ല സത്യസന്ധമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത്. ഈ നാട് രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നാട്ടുകാർക്കാണ്, അല്ലാതെ നാടിനെ ഭരിക്കുന്നവർക്കല്ല. ഭരിക്കുന്നവർക്ക് ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ തമാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാഘവത്തോട് ചിന്തിക്കുന്നത് നമ്മുടെ നാശത്തിനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ നാട്ടിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് നാട്ടുകാരുടെ വിഷയം സ്വന്തം വിഷയം പോലെ സംസാരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നോ. നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാനിവിടെ നിന്നു. ഇവിടെ ശിവഗിരിയുടെ വിഷയം വളരെ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് കരുതിയത് മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കും? നിങ്ങൾ ഈ പറയുന്നത് വളരെ ഒരു അപകടം പിടിച്ചൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിലപാടില്ലാത്ത വിധത്തിൽ നമ്മുടെ ആൾക്കാർ മുന്നോട്ട് പോകരുത്. ഇപ്പോൾ ഒരു എന്തിനെങ്കിലും ഒന്നിനെ എതിർത്ത് പറയാൻ ഇപ്പം ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരെ എതിർക്കുമ്പോൾ ചില ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കൈയൊക്കെ അടിച്ച് ബഹളം ഉണ്ടാക്കി വളരെ സന്തോഷ പ്രകടനമായിരിക്കും. അവർക്ക് അത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ എല്ലാവരുടെയും മനസ്ഥിതി പഠിക്കാത്തവനാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇപ്പോൾ BJP എതിർത്ത് പറയുമ്പോൾ BJP എതിർത്ത് പറയുന്നത് ഈ BJPക്കാർക്ക് എതിരെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്ന് കൈയടിക്കും. കോൺഗ്രസിനെ എതിർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ എതിർക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കൈയടിക്കും. കമ്മ്യൂണിസ്റ്റിനെ ഇപ്പോൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കൈയടിക്കും. അങ്ങനെ ആവരുത്. അത് ശരിയായുള്ളൊരു രീതിയല്ല. ഞാൻ എല്ലാത്തിലും നല്ലതിനെ അംഗീകരിക്കുന്ന ആളാണ്. നല്ലത് കണ്ടാൽ ഞാൻ നല്ലതെന്ന് പറയും, തെറ്റ് കണ്ടാൽ തെറ്റെന്നും പറയും. ഇപ്പോൾ ചിലവർ പറയും എനിക്ക് നിലപാടില്ല എന്ന് പറയും. എൻ്റെ നിലപാടുണ്ടോ ഇല്ലോ എന്നുള്ളത് എൻ്റെ പ്രവൃത്തികളിൽ നിന്നും എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഉണ്ടാക്കി നാട്ടിൽ വെച്ചിരിക്കുന്നത്, ഇവരെ ജയിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരാണ്? ഞാനാണോ? എനിക്ക് വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്നുവരെ ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാത്തത്. ഞാൻ വോട്ട് കൊടുക്കാത്തത് എനിക്ക് തൃപ്തിയായിട്ടുള്ളവരെ കണ്ടിട്ടില്ല. എനിക്ക് തൃപ്തിയായിട്ടുള്ള നേതാക്കന്മാരെയും പലയിടത്തും പല പാർട്ടിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് വോട്ടവകാശവും ഇല്ല. അപ്പം ഞാനിങ്ങനെ എല്ലാവരെയും നോക്കുകയാണ്. നമ്മളുടെ സന്തോഷവും നമ്മളുടെ നന്മയൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. ഞാൻ ഈ ഉറക്കെ സംസാരിക്കുന്നത്, ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നത്, ഇവിടെ അവസരത്തിനനുസരിച്ച് വന്ന് എനിക്ക് ഈ പറയുന്ന കുറേ ലൈക്കും, ഈ ലൈക്കൊന്നും കൊണ്ട് എനിക്ക് ഒരു ബാങ്കിൽ കൊണ്ട് വെച്ചാലും ₹1 കിട്ടൂല. അതുപോലെ ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടൊന്നും എനിക്ക് ₹1 പോലും ഇതിനൊന്നും കിട്ടുന്നില്ല. മനസ്സിലായോ? ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ സംസാരിക്കുന്നത്. ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഭീഷണികളും പല പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും കാണികൾക്കറിയത്തില്ല. അപ്പം നിങ്ങൾ തീരെ ആത്മാർത്ഥതയില്ലാത്തതുപോലെ പെരുമാറിക്കളയരുത്. അതിൻ്റെ പാപം വളരെ വലുതായിരിക്കും. നിങ്ങൾ എന്നെ ചതിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ഈശ്വരൻ ചതിക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിലൊരു പൊട്ടനാണ്. നിങ്ങളിപ്പോൾ വെറും ഒരു നിഷ്കളങ്ക പൊട്ടനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ തീരെ ഇത് കാണിക്കരുത്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ കൊണ്ടുപോകാൻ ആയിരക്കണക്കിന് ആൾക്കാർ, എൻ്റെ സഹോദരങ്ങൾ പല രാജ്യത്തും ഉണ്ട്. ഞാൻ എൻ്റെ ബേസ് എല്ലായിടത്തും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കാലങ്ങളിൽ അത്രയും ഞാൻ എൻ്റെ ബേസ് ബിൽഡ് ചെയ്തതാണ്. ഞാൻ എവിടെയെങ്കിലും പോകും, എവിടെയെങ്കിലും പോയി എന്നെ നോക്കാനോ ഒരു നേരത്തെ 2 നേരത്തെ ആഹാരങ്ങൾ തരാനോ എനിക്കെൻ്റെ സഹോദരങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ജീവിത വിജയത്തിന് ചെയ്തു കൊടുക്കാൻ ഒരുപാട് പരിപാടികൾ എനിക്കുള്ളത് അവർക്കും അറിയും. പക്ഷെ ഒറ്റപ്പെട്ടു പോകാൻ പോകുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഐക്യതയും കൂട്ടായ്മയും ആത്മാർത്ഥതയും ഒരു സ്ട്രോങ് ചിന്തയും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തനമൊക്കെ വേസ്റ്റാണ്. ഞാനൊരു തരം വെള്ളത്തിൽ വളിവിടുന്ന പോലെ ആയിപ്പോവും. വെള്ളത്തിലിറങ്ങിയെന്ന് വളിവിട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു സീൻ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പടപടപടാന്ന് ഇങ്ങനെ കുമളകൾ പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. അതുപോലെ ഇങ്ങനെ കുറേ കുമളകളെ പോലെ കുറേ കമൻറ്റുകൾ വരും, കുറേ ലൈക്കുകളും ഇതുമൊക്കെ വരും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ നാട്ടിലൊരു മാറ്റം വരാൻ പോണില്ലെന്ന് രാഷ്ട്രീയക്കാർക്കും അറിയാം. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇവിടെ കിടന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊക്കെ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്തർത്ഥമുള്ളത്? ഓരോ വിഷയം വരുമ്പോൾ സ്വാമി അത് പ്രതികരിക്കും, സ്വാമി ഇത് പ്രതികരിക്കും. ഞാനിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം?
അടുത്ത ഇലക്ഷന് വോട്ടായി അത് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഈ പറയുന്ന പാർട്ടി മുഖം നോക്കാതെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് ആ ഒരു മനസ്സുണ്ടാവുമോ? ഏതെങ്കിലും ഒരു 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 കോന്തനെ പിടിച്ച് നമ്മൾ ജയിപ്പിച്ച് വെച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്, ഈ കിടന്ന് തെണ്ടേണ്ടി വരുന്നത്. എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പറച്ചിലെ കേട്ടേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യൂ. ഉദ്യോഗസ്ഥർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു വിഷയം വരുമ്പോൾ ഈ നമ്മൾ എതിർക്കുന്നത് ആരെയാണ്? ആക്ച്വലി ഇവിടുത്തെ സാധാരണക്കാരനല്ല നമ്മൾ എതിർക്കുന്നത്, ഇവിടുത്തെ വലിയ വലിയ ബൂർഷകളെയും അതുപോലെ വലിയ വലിയ ക്രിമിനൽസിനെയുമാണ്. അവർ പൈസ കൊണ്ട് കൃത്യമായിട്ട് പലയിടത്തും അടുക്കള വഴി കൊടുക്കുന്നു, പല സ്വാധീനങ്ങൾ ചെലുത്തുന്നു. അങ്ങനെ ചെലുത്തുമ്പോൾ രാഷ്ട്രീയക്കാരൻ പറയാം ശരിയെന്നാ മാറ്റിവെയ്. ഈ മാറ്റി വയ്ക്കുമ്പോൾ ചതിക്കപ്പെടുന്നത് സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരനെന്ന് പറഞ്ഞാൽ നമ്മളെന്തെല്ലാം ഈ പറയുന്നു. ഇപ്പം അന്ന് ഈ കിടന്ന് പാലത്തായിയുടെ പ്രശ്നം പറഞ്ഞ് ഇത്രയും ബഹളം ഉണ്ടായതുകൊണ്ട് പാലത്തായി കേസിൽ ആ പ്രതിയെ പിടിച്ചു. ഇതായി ഇവിടെ BJPക്കകത്ത് നല്ല ആൾക്കാർ ഒരുപാടുണ്ട്, ഇല്ലെന്ന് പറയരുത്, പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പാർട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ? അത് നിയന്ത്രിക്കുന്ന ആൾക്കാരെ കുറച്ച് പേര് ശരിയല്ല, അവരുടെ അണ്ടറിലാണ് കാര്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നല്ല ആദർശം ഇതുമൊക്കെ തന്നെയല്ലേ. പക്ഷേ മൊയന്തുകളാണ് അതിനകത്തിരിക്കുന്നതും മാക്സിമം അഴിമതിക്കാരന്മാരാണ് അതിനകത്തിരിക്കുന്നത്. അഴിമതിയും ഈ പറയുന്ന പെണ്ണുപിടിയും ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു രാഷ്ട്രം മുന്നോട്ട് പോകും? കിട്ടുന്നതൊക്കെ കൈയിട്ട് വരിക. അല്ല കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ കാര്യം, 10 പൈസയുടെ വിവരം ഇല്ലെങ്കിൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഓരോന്നിൻ്റെ മോന്ത കണ്ടിട്ടില്ലേ? കോൺസ്റ്റിപ്പേഷൻ പിടിച്ച പോലെ ഇരിക്കും, തൂറാത്ത പോലെ ഇരിക്കും, ഇങ്ങനെ കൊടിച്ച് പിടിച്ചിട്ട് ചിരിക്കത്തില്ല. ആൾക്കാരെ കണ്ടൊന്നും ചിരിക്കണ്ടേ? ചിരിക്കൂല, മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കും. പലവരുടെ മലബന്ധം പിടിച്ച മൂഞ്ചിയായിട്ടാണ് വരുന്നത്. എന്താ നമ്മളവരെ കണ്ട് ജയിപ്പിച്ചു കൊടുക്കണം? പോടാന്ന് പറയും. എന്തിനാ ഇതാക്കുന്നത്? എല്ലാ എണ്ണത്തിനും ബിസിനസ്സുണ്ട്, നല്ല സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും വർഗീയതയൊന്നും ഇല്ലെന്ന്. തിരുവനന്തപുരം സിറ്റിയിൽ കാണണം, ഇവിടുത്തെ പ്രമുഖ 3 നേതാക്കന്മാരുണ്ട്. നല്ല ഒന്നാം തരം ചാണകസംഖ്യ മാറി നിൽക്കും. ചാണകസംഖ്യയെക്കാട്ടിയും വെല്ലുന്ന വർഗീയതയുള്ള 3 സാധനങ്ങളുണ്ട്. ഞാൻ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞു, ഇവിടുത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്തും ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് വർഗീയത, ഇതൊന്നും വെച്ച് നടത്തി മുടിഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. ഉറപ്പ് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളടുത്ത് പറയുന്നത്, പേരടക്കം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ ശക്തമായി സംസാരിച്ചു, കണ്ണൂരിലെ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരു രോഗിയാണ് ഈ പറയുന്ന CPM എന്ന് പറയുന്നത് കേരളത്തിൽ. ഞാനൊരു വൈദ്യനെ പോലെ ഞാൻ സംസാരിക്കുന്നു. ഒരു വൈദ്യൻ ഒരു രോഗിയെ കാണിച്ചു തന്നിട്ട് പറയുക, ഇന്ന് മന്ത്രിയുടെ അടുത്തടക്കം പറഞ്ഞ വാക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുടെ അടുത്ത് സംസാരിച്ച കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. MV ജയരാജനോടും ഞാൻ ഇന്ന് ഈ വാക്ക് സംസാരിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. ഇത് രണ്ടുപേരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം, ഒരു വൈദ്യൻ, ആ വൈദ്യൻ രോഗിയുടെ അടുത്ത് പറയാണ് രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇന്ന മരുന്ന് കഴിക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ആ രോഗി അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവഗണിക്കുകയോ അഹങ്കാരത്തോടു കൂടി പോയി കഴിഞ്ഞാൽ, നാളെ രോഗി വീണ് ചാവുമ്പോൾ ആ വൈദ്യനെ ആ മൃതശരീരത്തിൽ നോക്കി വളരെ ദയനീയമായി നോക്കി കർമ്മഫലം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് പോകാനേ പറ്റുള്ളൂ. അതുപോലെ CPMൻ്റെ കാശിച്ചോട്ട് കിടക്കുന്ന മണ്ണാണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് CPMന് വളരെ ദാരിദ്ര്യവും ദുഃഖവുമാണ് ഇനി വരും കാലങ്ങളിൽ. CPMൻ്റെ ജാതകം വളരെ മോശമാണ്. ഈ ജാതകത്തിലൊന്നും സാധാരണ ജ്യോത്സ്യന്മാർ പറയുന്ന പോലെ അല്ല എൻ്റെ പ്രഡിക്ഷൻ. കർണാടകയിൽ ഒരു മറിഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ന്യൂസുകൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ ഇതിനെപ്പറ്റി ഒന്നും വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. പറയാം, വരുന്നത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാം. ഈ CPMലെ നല്ല നേതാക്കന്മാർക്കൊന്നും നമ്മൾ പറഞ്ഞതിലൊന്നും അവിശ്വാസമൊന്നും അവർക്കില്ല. അവരൊക്കെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുന്നത്. അറിയാത്തവർ കളിയാക്കും, അറിയുന്നവർ കളിയാക്കില്ല, കാര്യമായിട്ടേ എടുക്കുള്ളൂ. പക്ഷെ ഇതാണ് അവസ്ഥ, ഇവിടുത്തെ നാട്ടിലെ അവസ്ഥ ഇതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പലവർക്കും കൂട്ടുകച്ചവടങ്ങളുള്ളത് ഇവിടെ പ്രശ്നമാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം എടുക്കൂ. സൗത്ത് ഇന്ത്യന് നോർത്ത് ഇന്ത്യന് 2 ലോബി അതിനകത്ത് കിടന്നടിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് തകർന്നിരിക്കുകയാണ്. അറിയോ അത് നിങ്ങൾക്ക്? അതിനകത്തുള്ള വർഗീയത ഇതാണ്. വടക്ക് ഗ്രൂപ്പ്, നോർത്ത് ഇന്ത്യൻ ലോബിയും സൗത്ത് ഇന്ത്യൻ ലോബിയും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി.
അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ലെന്നേ. ഒരാൾ ഒരു കേസിൻ്റെ ഒരു ഇത് കണ്ടെത്തി വരുമ്പോൾ മറ്റവൻ അത് ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഇത് IPS ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്, IAS ചെയ്യുന്ന അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ അവർ അകത്ത് തന്നെ അങ്ങ് കോംപ്രമൈസ് ചെയ്ത് അവർ തന്നെ അങ്ങ് കണ്ടെത്തി അതുവരെ തന്നെ അങ്ങ് സോൾവ് ചെയ്തങ്ങ് പോവുകയാണ്. അവർക്കൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരും തൊടാൻ പാടില്ല. ശരി, തൊടണ്ട. അവർ തന്നെ മോട്ടിക്കും, അവർ തന്നെ സോൾവ് ചെയ്യും, അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും, അവർ തന്നെ ഇത് ചെയ്യും എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് അവർ കുറേ പേര് ആൾക്കാരുടെ പോക്ക്. ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഇത് തന്നെ സംഭവിച്ചത്. ഇത് ആരുടെ കുഴപ്പമാണ്? രാഷ്ട്രീയക്കാർ. ഇപ്പൊ പിണറായി വിജയൻ വന്നു, ശരി, നല്ല കാര്യം. പിണറായി വിജയൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ്? പിണറായി വിജയൻ വളരെ ഡെയറിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, നോക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഈ 4 വർഷവും പിണറായി വിജയനിൽ നിന്നും ഉണ്ടായത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ. പലവരും പറഞ്ഞ് നമുക്കറിയാമല്ലോ, അദ്ദേഹം രൂക്ഷമായി വിമർശിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു അഴിമതിക്കാരനല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തെ പോലെ ഒരു കർക്കശമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾക്ക് കൊണ്ട് മാത്രമേ പലതും മാറ്റാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴങ്കഞ്ഞി പോലത്തെ ഒരു അപ്രാണി സാധനത്തിനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവരാരും കേൾക്കത്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലും കാര്യങ്ങൾ നിൽക്കാത്ത അവസ്ഥയാണ്. ഈ നാടിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അപ്പന കാര്യങ്ങളേ ഉള്ളൂ. ഓരോ കേസുകളും ഞാൻ നേരിട്ട് അറിയുന്നവരുണ്ട്. ഞാൻ പിന്നെ ഒന്നും വിളിച്ചു പറയാത്തതെന്ന് വെച്ചാൽ സ്വകാര്യ കാര്യങ്ങളൊന്നും ആരുടെ പറ്റി ഒന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് മഞ്ഞപ്പത്രമാവാനൊന്നും നമ്മുടെ അവതാരണത്തിനൊന്നും താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല. കുറേ ആൾക്കാരെ കൂടുതൽ അടുക്കും തോറും എന്തെല്ലാം കാര്യങ്ങൾ, പല ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, അവർ നടത്തിയിരിക്കുന്ന അവരുടെ ബിനാമി ഇടപാടിലുള്ള വസ്തുക്കൾ, ഔട്ട്സൈഡിൽ അവർ വാങ്ങിക്കൂട്ടിയത്, അവർക്ക് കിട്ടിയിരിക്കുന്ന കൈക്കൂലികൾ, ഓരോ പ്രോജക്റ്റിൻ്റെ പേരിൽ അവർ വെട്ടിച്ചെടുത്തിരിക്കുന്ന പൈസകൾ, അതുപോലെ തന്നെ ഓരോ മന്ത്രിമാരുടെ ഓഫ് ഷോർ അക്കൗണ്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന ഫണ്ട്, ഇവർ ഭാര്യ വീട്ടിൽ ഇരിക്കും, വേറെ ഭാര്യയെ പോലെ ഉള്ളവരുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഭദ്രാനന്ദൻ അറിയില്ല എന്ന് വിചാരിക്കരുതാരും. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ റോൾ മോഡൽസ് ഒരുപാട് കാര്യത്തിൽ പോലീസുകാർ ഇങ്ങനെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വളരെ ശാന്തമായി നോക്കിക്കൊണ്ടിരിക്കും. അടി പ്രതി അല്ലെങ്കിൽ അവൻ എന്തൊക്കെ പറയുന്നു എന്ന് അവൻ്റെ ശബ്ദത്തിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മാന്യന്മാരാണ്, ഭയങ്കര സൽസ്വഭാവിയാണ്, ഭയങ്കര പെർഫെക്റ്റ് ആണ് അവനെന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. രഹസ്യമായിട്ട് ചിലവരൊക്കെ അടുത്ത് കിട്ടുമ്പോൾ ഞാൻ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ എന്തായി, ശരിയല്ലേ എന്ന് ചോദിക്കും. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാവരുടെയും കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. കുറവുകൾ ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നുണ്ടോ? എനിക്കും ഉണ്ടാവും ചിലപ്പോൾ കുറേ കുറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ എൻ്റെ തെറ്റുകൾ എന്താണെന്ന് ഞാൻ തിരുത്തി, എനിക്ക് ഇന്നതൊക്കെ തെറ്റുകൾ എൻ്റെ ഇതിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെ ദോഷം എനിക്കുണ്ട് എന്ന് ഞാൻ എന്നെപ്പറ്റി സ്വയം തിരിച്ചറിഞ്ഞ് ഞാൻ അത് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മറ്റൊന്നിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഞാൻ തിരുത്തിപ്പെടുമ്പോഴാണ് ഞാൻ തെളിയുന്നത്. അല്ലെങ്കിൽ ഞാൻ കലങ്ങിക്കിടക്കുന്ന വെള്ളമായിരിക്കും. എനിക്ക് വ്യക്തിപരമായി ആരെയും വ്രണപ്പെടുത്താനോ ആരെയും ദ്രോഹിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാനൊരു പക കൊണ്ടു കിടക്കുന്ന ആളല്ല. എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ബേസിക്കലി ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ എന്നെ ഉപദ്രവിച്ച പല ഉദ്യോഗസ്ഥരെയും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. നിയമപരമായി ആക്രമിക്കാൻ, തിരിച്ച് നല്ല ശക്തമായി അടിക്കാൻ പറ്റുന്ന ഉഗ്രൻ കേരളത്തിലെ ടോപ്പ് ലോയേഴ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. കേരളത്തിന് പുറത്തും അതെ. എവിഡൻസ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട്. അത് സർവീസിൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള പണി കൊടുക്കാൻ നമുക്ക് പറ്റും. ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി പോയി നമുക്ക് ട്രാപ്പ് ചെയ്യുന്നു, തിരിച്ച് അതുപോലെ ഒരു ട്രാപ്പ് തിരിച്ചും വെച്ചൂടെ? നമ്മൾ ഉപദ്രവിക്കുന്നത് സത്യസന്ധരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ. സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് ഉപദ്രവിക്കാൻ പറ്റൂല. അവർക്കെതിരെ ഒരു സാധനങ്ങളും നമുക്ക് കിട്ടൂല. നമ്മളെ ഉപദ്രവിച്ചവരൊക്കെ ഓരോ രീതിയിലും വീക്ക്നെസ് ഉള്ളവരാണ്. അവരുടെ വീക്ക്നെസ്സിന് അനുസരിച്ചിട്ടുള്ള പണി തിരിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ തെളിവുകൾ ഉണ്ടെങ്കിലല്ലേ നിയമത്തിന് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. തെളിവില്ലാതെ എന്തെല്ലാം രീതിയിൽ ആക്രമിക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അതൊന്നും ചെയ്യാത്തത്? എനിക്ക് ആരോടും പകയില്ല, എനിക്ക് വെറുപ്പൊന്നുമില്ല. ഞാനെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യരുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്
യേശുക്രിസ്തു മുതൽ ഓരോരുത്തരെയും എടുത്തു നോക്കൂ, അവരൊക്കെ ഇങ്ങനെ അനുഭവിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചീഞ്ഞ കുടലുമാല വരെ, ഒട്ടകത്തിൻ്റെ കുടലുമാല വരെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഇതൊക്കെ ഞാനീ അനുഭവിച്ചത് എൻ്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നുമല്ല ഞാൻ അനുഭവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഭൂമി തരണം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ക്രൈം ചെയ്തു, എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഞാൻ കുറേ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തു, കുറേ കുട്ടികളെ പീഡിപ്പിച്ചു, കുറേ കള്ളനോട്ടടിച്ചു, അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരം ചെയ്തു, എന്തെങ്കിലുമൊക്കെ തെണ്ടിത്തരം ഇവിടെ ചെയ്തിട്ട് ഞാനിവിടെ അയ്യോ എന്നെ സഹായിക്കുന്നില്ല, നാട്ടുകാരെ എന്നെ പോലീസ് ഇങ്ങനെ ഉപദ്രവിച്ചു അങ്ങനെ ഉപദ്രവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ കണ്ടിട്ട് ഇത് ശരിയല്ല, പോലീസ് അത് ചെയ്യുന്നില്ല, ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ല, അവന്മാർ ഇങ്ങനെ ചെയ്യുന്നു, ആ തന്തയില്ലാത്തവൻ, ആ ജെറ്റ നാറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന് ഇങ്ങനെ വിളിക്കും. ഞാൻ വിളിക്കുന്നത് എനിക്ക് എൻ്റെ അംശമാണ് ഈ സമൂഹം എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ട് ഞാൻ കിടന്ന് എനിക്കുള്ള വേദന കൊണ്ട് ഞാൻ വിളിക്കുന്നതാണ്. അപ്പോൾ അതിനെതിരെ എനിക്കെതിരെ നടപടി എടുക്കുമ്പോൾ അത് എന്നെ അല്ല അത് സത്യം പറഞ്ഞാൽ തോൽപ്പിക്കുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ. ഞാനിനി ഇതുപോലെ ഒന്ന് സംസാരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും അതൊരു ഒരു ഭ്രാന്താണെന്നേ പറയുള്ളൂ. എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നത്. എനിക്ക് തിരിച്ചിങ്ങോട്ടും ആത്മാർത്ഥമായ ഒരു സമീപനം ഇല്ലാത്തടത്ത് നമ്മൾ ഉണ്ടായിട്ട് കാര്യമില്ല. കപടത കാണിക്കരുത് എന്നോട്, അതെനിക്ക് പ്രയാസമാണ്. ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ഇവിടെ ഇപ്പം BJP തെറി വിളിച്ച് ഇങ്ങനെ നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. BJP തെറ്റ് കാണിച്ചത് ശരിയല്ലെന്ന് പറയും. എത്രയോ സുഹൃത്തുക്കളെ എനിക്ക് BJPക്കകത്തുണ്ട്, ഞാൻ അവരെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. തെറ്റാണ്. CPM-നകത്താണെങ്കിലും നല്ല നേതാക്കന്മാർ മുന്നോട്ടുണ്ട്. കുറേ അവരിവരൊക്കെ കിടപ്പുണ്ടല്ലോ, വലിയ യുവ നേതാക്കന്മാരുണ്ടല്ലോ. ഇവരൊക്കെ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ഭയങ്കര തീപ്പൊരി, വിപ്ലവം, മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങളിൽ അവർ ലൈവ് ഇടുന്നില്ല? അവർ ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല പബ്ലിക്കുമായിട്ട്. ഞാനെന്തിനാ വന്നിരുന്നില്ല ലൈവ് ഇടേണ്ട ആവശ്യം എല്ലാ കാര്യങ്ങളും? അത് മറ്റവർ ചെയ്യാത്തത് കൊണ്ടല്ലേ എനിക്ക് ലൈവ് ഇടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സമൂഹത്തിനോട് സംസാരിക്കേണ്ടി വരുന്നത്. ഞാനെന്താ ജനപ്രതിനിധിയൊന്നുമല്ലല്ലോ, എന്നാരും ഇവിടെ ജനപ്രതിനിധി ആക്കിയിട്ടില്ലല്ലോ. എനിക്ക് ഒരു MLA MP ആവണമെന്നുള്ള മോഹവുമില്ല, അങ്ങനത്തെ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അപ്പം ഇത് മറ്റൊരാളുടെ അഭാവമാണ്. അങ്ങനെ സംഭവിക്കരുത്. എല്ലാ നിയോജക മണ്ഡലത്തിലും കൃത്യമായിട്ട് MLA-മാരും ഇവരും ഒക്കെ വരുമ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദിക്കണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കണം, നിങ്ങളെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ശരി, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത ഇലക്ഷന് നമ്മൾ ഇവിടുത്തെ നല്ല ആൾക്കാരെ ഓരോ ജില്ലയിൽ നോക്കിയിട്ട് നമ്മൾ അവരെ കൊണ്ട് വെക്കും. നമ്മൾ തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്. നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മളെ സഹായിക്കാത്ത നിങ്ങളെന്തിന്? നമുക്കൊന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം വേണം. അത് ഈ വിഷയത്തിൽ, അതുപോലെ ശബരിമല വിഷയം, അത് നിങ്ങൾ വീണ്ടും മറന്നുപോയി. ഞാൻ മറക്കൂല. 5 ലക്ഷം ആൾക്കാരെ തിരുവനന്തപുരത്ത് സഹോദരിമാരെ കൊണ്ടുവന്ന് ഇവിടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വെച്ച പദ്ധതിയായിരുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാൻ വേണ്ടി വന്ന പദ്ധതിയായിരുന്നു അന്ന് ഞാൻ പൊളിച്ചു വിട്ടത്. അന്ന് നമ്മൾ അങ്ങനെ ഒരു ലൈവ് ഇട്ടപ്പോൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ആൾക്കാർ ഒരുമിച്ച് നിന്ന് ആ ലൈവിനെ വിജയിപ്പിച്ചു. അല്ലെങ്കിൽ 5 ലക്ഷം പേര് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് സ്ത്രീകൾക്ക് നേരെ പോലീസിൽ ആത്തി വീശിയാണ്. എന്തായിരുന്നു അവസ്ഥ? അന്ന് EP ജയരാജൻ എന്നോട് പറഞ്ഞു, സ്വാമി പറഞ്ഞതുപോലെ അത് ശരിയായിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. EP ജയരാജൻ ഇവിടുത്തെ മന്ത്രിയാണ് പറയുന്നത് എന്നോട്. നിങ്ങൾ ഓർക്കണം, അത് ഞാൻ ഈ പറയുന്നതൊന്നും ചെറുതായിട്ട് കാണരുത്. ഇതൊന്നും അതിൻ്റെതായ സീരിയസ്നെസ് അതിന് കൊടുക്കുക, ഇല്ലാത്തത് തള്ളിക്കളയുക. എല്ലാം പരിഹസിക്കുന്ന ആൾക്കാർ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്തും പരിഹസിച്ച് കളയും. ഈ കളിയാക്കുന്നത് എന്താണ്? ആക്ച്വലി അവർക്ക് ആ കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ കളിയാക്കുന്നത്. കഴിവുള്ളവർ, ഇപ്പം എന്നെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കുന്നവർ ചില്ലറക്കാരല്ല, അവരെന്നെക്കാട്ടിയും ബുദ്ധിയുള്ളവരാണ്. അല്ലെങ്കിൽ എന്നെ അവർക്ക് മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മളെക്കാട്ടി സ്മാർട്ടായിട്ടുള്ളവരെ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളെക്കാട്ടി താഴ്ന്നവർ നമ്മളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ അത്രയും ബഹുമാനമാണ് എൻ്റെ സഹോദരങ്ങളോട് കൊടുക്കുന്നത്. ഇവിടെ എത്രയോ ആൾക്കാർ ആത്മാർത്ഥമായി സംസാരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ ലൈവ് ഇടുന്നതും ഓരോ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നത്. പക്ഷെ അവർ കുറച്ചുകൂടെ സീരിയസ് ആവണം. നമ്മൾ വീണ്ടും തോക്കാൻ ഇടവരുത്തരുത്. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം തകരുകയാണ്. നമ്മുടെ ഭാവി, നമ്മുടെ കുട്ടികളുടെ
ഫ്യൂച്ചർ, നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ അവകാശങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. എത്ര പരാതികളാണ് ഗവൺമെന്റിൽ കെട്ടിക്കിടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? എത്ര അപേക്ഷകളാണ് കിടക്കുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാരെ ജോലിക്ക് നിയോഗിച്ചവർ അല്ലെങ്കിൽ ഈ പറയുന്ന ചുമതലപ്പെടുത്തിയിരിക്കുന്നവർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടോ? കളക്ടറേറ്റിൽ ചെന്ന് നോക്കണം എത്ര പരാതികൾ കിടപ്പുണ്ടെന്ന്. എത്ര അപേക്ഷകളാണ് ഓരോ പിള്ളേർക്ക് ഇവിടെ നിന്ന് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഇങ്ങനെ നീങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? പറ. എത്ര പേര് ഇനി അങ്ങോട്ടുള്ള ജോലിയില്ല, എവിടെ നിന്ന് കഴിക്കും? അങ്ങനെ പിടിച്ചുപറി ഉണ്ടാവും ഇവിടെ. വലിയ വലിയ ലോകത്തെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് വേദന, ദാരിദ്ര്യത്തിന്റെ വേദന, പട്ടിണിയുടെ വേദനയാണ്. ഒരു പട്ടിണി വന്നാൽ അവൻ മാനവും അല്ലെങ്കിൽ അവൾ മാനവും ഇതും നഷ്ടപ്പെട്ട് എന്തും ചെയ്തു കളയും. എവിടുന്ന വരുമാനം ഉണ്ടാകുന്നു? ഇതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പം ഇത് ബിവറേജസ് തുറന്ന് അങ്ങോട്ട് ഓടാൻ പോവുകയാണ് ആൾക്കാർ. അവിടെ ചെന്ന് ക്യൂ നിൽക്കുന്ന അല്ലെങ്കിൽ ആ വിഷം വാങ്ങി കുടിച്ച് കരൾ കളയുന്നതിനേക്കാളും നല്ലത്, ശരീരം കളയുന്നതിനേക്കാളും നല്ലത് ആ പൈസ കൊണ്ട് എത്രയോ പാവങ്ങൾക്ക് നമുക്ക് ഇവിടെ ഒരു സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ കൊടുത്ത് എത്ര പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. മദ്യത്തിന് വില കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഞാൻ വാങ്ങിച്ചു കുടിക്കുമെന്നാണ്. നമ്മൾ ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനെപ്പോഴും പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ശക്തമായ നിലപാടുകൾ എടുക്കണം. ഞാൻ കുടിക്കില്ല, ഞാൻ അധ്വാനിക്കും, ഞാൻ ഈ തെറ്റായിട്ടുള്ളവന് വോട്ട് കൊടുക്കൂല, ഞാൻ പറയാനുള്ളത് പറയും, ഞാൻ എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തും. കാരണം എൻ്റെ നാടാണിത്, എനിക്ക് അവകാശമുള്ളതാണ്. ഞാൻ ആരാലും ഭരിക്കപ്പെടേണ്ടവനല്ല. ഞാൻ പറയുന്നത് കേട്ട് നമ്മളുടെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഈ നാട് ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേത്. അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന രീതിയിലുള്ള ആൾക്കാർ മാത്രം മതി ഈ നാട്ടിലെന്ന് ശക്തമായ ഒരു നിലപാടെടുക്കാൻ നമ്മൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളൊരു പാഴായ പരാജയം എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ചിന്തിക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് രേഖപ്പെടുത്താം. ഞാനിതെല്ലാം കാണും, ഞാൻ വായിക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട വരികളെല്ലാം വായിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ നോക്കുകയാണ്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ ഈ ശബ്ദം നിലയ്ക്കുന്നവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ശബ്ദം വെറുതെ പാഴായി പോണോ എന്ന് എനിക്ക് തോന്നുന്ന ഒരവസ്ഥ നിങ്ങൾ ദയവ് ചെയ്ത് വരുത്തരുത്. നിങ്ങളുടെ ഐക്യതയും നിങ്ങളുടെ നന്മയും മാത്രമാണ് എൻ്റെ സന്തോഷം. അല്ല അപ്പുറം ഞാൻ ഒന്നും കാണുന്നില്ല. ഗുഡ് നൈറ്റ്.